ഇവിടെ മോല് കണ്ടോ, ഇതാ ഹൈലൈറ്റ്. നമ്മുടെ റോബിൻ രാധാകൃഷ്ണനെ പറ്റിയാണ് വീഡിയോ. എന്റെ കണ്ടകശരി എല്ലാം നിന്റെ വിധിയാണെന്ന് സമാധാനം. 133 പേജ് ഉണ്ട്, 21 MB ഉള്ള ഒരു PDF. ഇതിനകത്ത് ഇവന്മാരുടെ ചാറ്റും ഈ ട്രാൻസാക്ഷന്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെയാണ്. അതിനകത്ത് ഒരു സ്ക്രീൻഷോട്ട്, ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് ഇവരിപ്പോ വന്നിട്ടുണ്ട്. അലിഗേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താണ്ടെ മേളില് ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ, ടു ഫ്രം, അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ കുറെ സംഭവങ്ങൾ ഇത് എഡിറ്റഡ് ആണെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അപ്പൊ ഇത് വേറെ ഒരു വഴിയില്ല ഗൈസ്, പെട്ടിരിക്കുകയാണ് നമ്മൾ ശരിക്കും. സാമ്പത്തിക ഇടപാട് ടോട്ടൽ മൊത്തത്തിലുള്ള അവരുമായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് 42,53,500 രൂപയാണ്. സോ ഇവൻ പറയുന്നത് പല ആൾക്കാരുടെ അക്കൗണ്ടിലോട്ടാണ് ഇത് അയച്ചു കൊടുത്തേക്കുന്നത്. ഇന്ന് മെയ് 18 ആണ്. നോട്ട് ദ പോയിന്റ്, മെയ് 18. അപ്പം നമ്മൾ തമ്മിൽ ഓൾറെഡി ഈ സെറ്റിൽമെന്റിന്റെ കാര്യം സംസാരിച്ചിരുന്നു, എമൗണ്ടും സംസാരിച്ചിരുന്നു. അപ്പം അതെ 20-ാം തീയതി പറഞ്ഞിരുന്നു. അപ്പൊ 5 lakhs ഓൾറെഡി കൊടുത്തു. ഇനി ബാലൻസ് ഉള്ളത് 40 ലക്ഷം രൂപയാണ്. താൻ ഈ പറയുന്ന ഇടയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്ത് താൻ തന്നെ ഒന്ന് കേട്ടു നോക്ക്, നല്ല രസമാണ്. മെയ് 18 45 ലക്ഷമായിരുന്നു കൊടുക്കാനുള്ളത്, 5 ലക്ഷം ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി മെയ് 18 വന്ന് പറയുകയാണ് ഇനി ഞാൻ 40 ലക്ഷം രൂപ അബിൽ ദേവിന് കൊടുക്കാനുണ്ട്. കഴിഞ്ഞ പറയുന്നുണ്ടല്ലോ ഈ വീഡിയോക്കകത്ത് 5 ലക്ഷം ജൂലൈ ഇത്രാം തീയതി തരാം, 5 ലക്ഷം അത് കഴിഞ്ഞിട്ട് തരാം, 5 ലക്ഷം തരാം, അങ്ങനെ ജൂലൈ 20-22 ആകുമ്പോഴത്തേക്ക് 40 ലക്ഷം കംപ്ലീറ്റ് ചെയ്യാന്ന്. ആ വീഡിയോ എടുത്തതിന് ശേഷം ഇവൻ വെച്ച സ്ക്രീൻഷോട്ട് പ്രകാരം ഏതാണ്ട് 1 ലക്ഷം രൂപ മാത്രമേ ഇവൻ കൊടുത്തിട്ടുള്ളൂ. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. സ്ക്രീൻഷോട്ട് ഒക്കെ നീ ടാലിയാക്കി വെച്ചിട്ടുണ്ട്. അവൻ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് കൊടുത്തതൊക്കെ ടാലിയിട്ട് വെച്ചിട്ടുണ്ട്. നിനക്ക് നീ പറഞ്ഞത് നമ്മൾ ശരിയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ നീ മെയ് 18 ശേഷം ഈ 40 ലക്ഷം ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞ ആ 40 ലക്ഷം രൂപ നീ കൊടുത്ത കണക്ക് കാണിക്കണം. അങ്ങനെ കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. പേടിച്ചിട്ടാ, പണ്ട് എനിക്ക് അങ്ങനെയാ, പേടിച്ചെനിക്ക് കണക്കേറ്റി. 1 ലക്ഷം രൂപ എന്റെ കൂട്ടുകാരന്റെ ഇരിപ്പുണ്ട്, അവനെ കൊണ്ട് കൊടുത്തു. അത് ബൈ ഹാൻഡ് ആണ് കൊടുത്തത്. തിരിച്ചു ചോദിക്കുന്ന സമയത്ത് ഇവൻ 1 ലക്ഷം രൂപ എനിക്ക് അയച്ചു തരികയാണ്. എന്നിട്ട് ബാക്കി 1 ലക്ഷം രൂപ, ആക്ച്വലി 2 ലക്ഷം മേടിച്ച് ബാക്കി 1 ലക്ഷം രൂപ അത് പോയി പണി വെക്കാൻ പറയാ. ഞാൻ എന്ത് ചെയ്യും? അക്കൗണ്ട് എടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് എന്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ പോയിട്ടുണ്ട്, അവന്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം വന്നിട്ടുണ്ട്. സംഭവം 2 ടാലി ചെയ്യാം. പക്ഷെ ബൈ ഹാൻഡ് കൊടുത്തതിന് കണക്കില്ല. ഇവൻ തന്നെ ഈ എടുത്തു വെക്കുന്ന വീഡിയോകളിൽ പറയുന്നുണ്ട് ഞാൻ പല രീതിയിലും പൈസ മേടിച്ചിട്ടുണ്ടെന്ന്. ഇവൻ ഈ അക്കൗണ്ടിനകത്തുള്ള സാധനമാണ് കാണിക്കുന്നത്. നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചു കാണാവില്ലോ എനിക്ക്. ഓഹോ, അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണല്ലേ. ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ അങ്ങോട്ട് സഹിക്കും. ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതൽ നാറരുതെന്ന് എനിക്ക് പ്രാർത്ഥനയുള്ളൂ. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.